ഹലോ, പറയൂ പറയൂ. കേൾക്കുന്നുണ്ടോ? ഓ, പറയൂ പറയൂ. അതുപോലെ നമ്മളിപ്പോ സെക്കൻഡറി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഓക്കെ. ആ അപ്പൊ നമുക്ക് നമുക്ക് എൻക്വയറി വരുന്ന മെസ്സേജിന് നമ്മൾ തിരിച്ച് റിപ്ലൈ ചെയ്യുമ്പോൾ അതായത് ഒരു ഗ്രൂപ്പ് മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പ് നമുക്ക് എന്തെങ്കിലും ചാർജ് ഈടാക്കുന്നുണ്ടോ? ഒരു മെസ്സേജിന് ഇത്ര പൈസ വെച്ചിട്ട്? അത് ഞാൻ പറഞ്ഞ് തരാം അതിലേക്ക്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ വാട്ടി പോലുള്ള ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിനെല്ലാം പറഞ്ഞില്ലേ, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. യെസ്. അല്ലാതെ വേറെ മെസ്സേജിന് ചാർജുകളൊന്നുമില്ല. പിന്നെ ബൾക്കായിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജുകൾ വരുന്നു. അതൊരു ഒരു കോൺവെർസേഷൻ, അതായത് മെസ്സേജ് എന്നുള്ള രൂപത്തിലല്ല, കോൺവെർസേഷൻ. അതിപ്പോ ഇപ്പൊ സമയം 12:54 ഇന്നൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത 24 മണിക്കൂർ വരെ എത്രയും മെസ്സേജ് അയക്കാം. ആ ഒരു രൂപത്തില്, ₹1 എന്നുള്ള രൂപത്തില് ഇവര് ചാർജ് ചെയ്യും. വാട്സപ്പ് അല്ല ചാർജ് ചെയ്യുന്നത്, ഈ കമ്പനികളാണ് ചാർജ് ചെയ്യുന്നത്. അത് അതിൽ ഓക്കെ, എന്റെ നിന്നൊരു അടുത്ത് അങ്ങനെ ഒരു ചാർജ് ആ ചാർജ് അതിന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഏത് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്? അത് വേറെ സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊച്ചിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതന്നെ, ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? അതെനിക്കറിയില്ല. അത് നമ്മൾ വേറൊരു ഡിജിറ്റൽ ഇത് ചെയ്യുന്ന വാട്സപ്പ് ചാറ്റ് ബോട്ട് ചെയ്യുന്ന ടീമാണത്. ആ ആ അതില് അതുപോലെ നമുക്ക് ഇത് 24 hours അല്ലേ നമ്മുടെ മെസ്സേജ്, ഗ്രൂപ്പ് മെസ്സേജ് പോകുമ്പോൾ നിൽക്കുള്ളൂ നമുക്ക്. അതെ അതെ അതെ. ഗ്രൂപ്പ് മെസ്സേജ് അല്ല, നമുക്ക് വരുന്ന ഇൻഡിവിജ്വൽ മെസ്സേജുകളാണ്. ഇൻഡിവിജ്വൽ മെസ്സേജ് എൻക്വയറി വരുന്ന 24 hours നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ ഫ്രീ ആയിട്ട്. അതെ അതെ അതെ. അത് കഴിഞ്ഞാൽ അവര് നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചാർജ് ചെയ്യും അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഓക്കെ. പല രൂപത്തിലാണ് ചാർജുകൾ. ഇപ്പോ പല കമ്പനികളും പല രൂപത്തിലാണ്. 85 പൈസ മുതൽ ₹1, 1.25 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഡിപ്പെൻസ് ഓൺ അവരുടെ ഒരു പോളിസിക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് ചാർജ് വരിക. കാരണം അതിലെന്ന് വെച്ചാൽ അത് പ്യുവർലി ഫോർ ബിസിനസ് ആണ്. ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൽ റെഡി ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രം വന്നാൽ മതി എന്നുള്ളതാണ്. പിന്നെ അതുമല്ല, അതാണ് മെറ്റയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു, അല്ല മെറ്റയുടെ എന്നല്ല, വാട്സപ്പിന്റെ ഒരു റവന്യൂ സോഴ്സ്. നമുക്കിപ്പോ വാട്സപ്പ് തരുന്നുണ്ട്, വാട്സപ്പ് ബിസിനസ് തരുന്നുണ്ട്, രണ്ടും ഫ്രീ ആയിട്ടാണ് തരുന്നത്, അല്ലെ? അതുപോലെ പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഞാനൊരു ടൂർ ഓപ്പറേറ്ററാണ്, ട്രാവൽ ഏജന്റ് കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ബിസിനസ് പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ബിസിനസ് വാട്സപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മേളിൽ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ബൂസ്റ്റ് യുവർ പോസ്റ്റ് എന്ന് പറയും. ഇത് ആരുടെ അടുത്തേക്കാണ് നമ്മൾ ഈ എമൗണ്ട് അയച്ചു കഴിഞ്ഞാൽ എത്തുന്നത്? അത് മെറ്റയിലേക്ക്, ഫേസ്ബുക്കിന്. ഫേസ്ബുക്കിലാണോ അത് ബൂസ്റ്റ് ചെയ്ത് പോവുക? വാട്സപ്പിലല്ല? അല്ലല്ല, ഫേസ്ബുക്കിലാണ് പോവാ. ഫേസ്ബുക്ക് ഇൻസ്റ്റയും കിട്ടുമോ? ആ അത് ഇൻസ്റ്റാഗ്രാമിലും അത് പോകും. ഇൻസ്റ്റാഗ്രാമിലും പോകും നമുക്ക് അല്ലേ? അതെ അതെ അതെ. പക്ഷെ അവിടെ പോകുമ്പോൾ എന്ന് വെച്ചാൽ ആ അപ്പൊ ഒരു വാട്സപ്പിലേക്കാണ് തിരിച്ചത് വരിക. നമുക്ക് അവിടെ അവർക്ക് കാണാനൊരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ നിന്നിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്റെ ഫേസ്ബുക്ക് ഒരു ഇത് കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഇതിപ്പോ വാട്ടി, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ ഇതാണ്, ആ, അഡ്വർടൈസ്മെന്റ് ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇവർ ഫേസ്ബുക്ക് പേജിലേക്കാണ് പോവുക. ഇതുപോലെ നമുക്ക് ഓക്കെ. കാണാൻ കഴിയില്ല. അപ്പൊ വാട്സപ്പിൽ നിന്ന് ചെയ്ത ആഡാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലേക്ക് തന്നെ വരികയാണ് ചെയ്യുക. അപ്പൊ ആ വാട്സപ്പിന്റെ പ്രൊഫൈല് വാട്സപ്പില് മാത്രമേ വാട്സപ്പിലേക്ക് തന്നെ വരികയാണ് കാണുള്ളൂ. ചെയ്യാം. അതെ അതെ. അങ്ങനെ ഓക്കെ, ഒരു അല്ലാതെ നമുക്ക് പുഷ് ഇതുണ്ട്. ബട്ടൺ വരില്ല? പുഷ് ബട്ടൺ, ഇവിടെ വാട്സപ്പിന്റെ ബട്ടൺ വരും. നമ്മുടെ ആഡിന്റെ ഫോട്ടോ ഉണ്ടാവും? അതുണ്ടാവും. എന്താണോ നമ്മൾ അതിൽ ക്രിയേറ്റീവ് ഇപ്പോ ഇത് കൊടുത്തത്, അതുണ്ടാവും. പിന്നെ ഇവിടെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഇവിടെ വാട്സപ്പ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ആ കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഇപ്പൊ ഒരു തായ്ലൻഡ് പാക്കേജ് ആണ് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഓഡിയൻസ് ആ ട്രാവൽ മേഖലയിലുള്ള ആൾക്കാർക്കാണോ പോകുന്നത് ഇതുവഴി ചെയ്യുമ്പോ? അങ്ങനെ അതിൽ അൽഗോരിതം നമുക്ക്, വരുമ്പോ? ഇല്ല, അങ്ങനെ പറയാനത് കഴിയില്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പോ നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന ആഡുകൾക്ക് കുറെ ലിമിറ്റേഷൻ, കുറെ പരിമിതികളുണ്ട്. നമ്മൾക്ക് ഓ, ഇതിലൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോ മെറ്റ, അതായത് ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിൽ, എഫ് ആഡ്സ് ബിയിലും മാനേജർ. ഇതിലും ആഡ്സ് മാനേജറിൽ കയറിയാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഓഡിയൻസിന്. അതായിരിക്കും നല്ലത് അല്ലേ? അതെ, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ്. അതിലൂടെയാണ് നമുക്ക് ഓക്കെ. ശരിക്കും ആഡ് ചെയ്യേണ്ടത്. പിന്നെ സിമ്പിൾ ആയിട്ട് കുറച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പിൽ ഇത് കൊണ്ടുവന്നത് മാത്രം. പക്ഷെ ഇത് നമുക്ക് അത്ര ഒരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. ഇപ്പൊ നമ്മളിപ്പോ
സപ്പോസ് ഇവിടെ ആഡ്സ് മാനേജർ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ആഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇതിലൂടെയൊക്കെ ഓക്കെ വാട്സപ്പിലൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പലയിടത്തും ഇപ്പോൾ ചെയ്യുന്നവര്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പലരും ചെയ്യുന്നത് ഇതുപോലെ ചെയ്യുന്നതിന്റെ അനുഭവസ്ഥർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്ക് 10 കിലോമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും പല നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് വന്നിട്ട് ഉള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊരു അത്ര എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് സംഭവം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുന്നുണ്ട് മാത്രം. അതല്ല സാറേ, ഇൻസ്റ്റയിലും എഫ് ബിയിലും നമുക്ക് പോസ്റ്റുകൾ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതും ഇതുപോലെ തന്നെയാണ് വരുന്നത്. ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതോ നല്ലത് അല്ല, അതാണോ നല്ലത്? ആഡ്സ് മാനേജർ വഴി ആഡ് ക്രിയേഷൻ ആണോ നല്ലത് നമുക്ക് റീച്ച് കിട്ടാന്? പ്രൊഫഷണൽ ആയിട്ട് നല്ല രൂപത്തിൽ ചെയ്യാന് ആഡ്സ് മാനേജർ ആണ് നല്ലത്. ആഡ് ക്രിയേഷൻ ആണ്. അല്ല, ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഓഡിയൻസിന്റെ അടുത്ത് എത്തില്ല അല്ലെ? അതെ അതെ. ഇതിലുള്ള കുറെ കുറെ ഓപ്ഷൻസ് അതിലൊന്നുമില്ല. ഇപ്പൊ വാട്സപ്പ് വഴി ചെയ്യുകയാണെങ്കിലും ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒന്നും അതിൽ ലഭ്യമാണ്. അതിൽ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം എന്നുള്ള, ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ആഡ്സ് മാനേജറിൽ വരുന്നത്. അപ്പൊ എപ്പോഴും അത് നമ്മൾ ഇത്ര എമൗണ്ട് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും. നമ്മുടെ ബജറ്റിനനുസരിച്ചിട്ട് റിസൾട്ട് കൂടിക്കൊണ്ടിരിക്കും. അതെ അതെ അതെ. കൂടിക്കൊണ്ടിരിക്കും അല്ലേ? ബജറ്റിനനുസരിച്ച് ഓരോ ഡെയിലി ബജറ്റിനനുസരിച്ചിട്ട് റിസൾട്ട് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ റിസൾട്ടിന്റെ ക്വാളിറ്റിയാണ് പിന്നെ വരുന്നത്. അതിപ്പോ നമ്മൾ അതിന്റെ ആഡ് ക്രിയേറ്റീവ് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇമേജോ വീഡിയോസോ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ എങ്ങനെ അതിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണ് അതിൽ സംസാരിക്കുന്നത് അതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ അതിൽ നമുക്ക് വീണ്ടും ക്വാളിഫൈ ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ സാറിന്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ആ ഒരു വാട്സപ്പിലേക്കാണ് ആഡ് വരുന്നത്. അപ്പൊ ഇവിടെ ടൂർ ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോ പല പാക്കേജിലും തായ്ലൻഡിക്ക് ഉണ്ടാവും, മലേഷ്യക്ക് ഉണ്ടാവും, ദുബായിക്ക് ഉണ്ടാവും, അങ്ങനെ ശ്രീലങ്കക്ക് ഉണ്ടാവും. അപ്പൊ മൾട്ടിപ്പിൾ ആളുകൾ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ആ ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ഇതിനൊക്കെ കുറിച്ച് അറിയണം. അല്ലെങ്കിൽ പലർക്കും പല ആവശ്യമായിരിക്കാം. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഗതികൾ കൊണ്ടുവരും. ഒന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിക്കാം. പക്ഷെ വെബ്സൈറ്റ് ഉപയോഗിച്ചാൽ നമുക്ക് ആരാണ് എപ്പോഴാണ് വെബ്സൈറ്റ് ഉപയോഗിച്ചതെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. വെബ്സൈറ്റിൽ വിസിറ്റേഴ്സ് വരുന്നുണ്ടാവും. പക്ഷെ വാട്സപ്പിൽ എന്ത് ചെയ്യാം, നമുക്കിപ്പോ ഒരു വാട്സപ്പിലേക്കുള്ള ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്ത് നമുക്ക് മനസ്സിലായി ഇയാൾക്ക് ഇതിൽ താല്പര്യം ഉണ്ട് എന്നുള്ള മനസ്സിലാവും. കാരണം നമുക്കൊരു നമ്പർ കിട്ടി. പിന്നെ അപ്പൊ നമുക്ക് വാട്സപ്പിലൂടെ എന്താണ് കൂടുതൽ ഇൻഫർമേഷൻസ് കൊടുക്കാം. അല്ലാതെ നമുക്ക് വിളിച്ച് സംസാരിച്ചിട്ടെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റും. പക്ഷെ വെബ്സൈറ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോ വാട്സപ്പിൽ വരുമ്പോ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ വീണ്ടും നമുക്ക് സെഗ്മെന്റൈസ് ചെയ്യാം. ഇപ്പോ തായ്ലൻഡ് വേണ്ടവർക്ക് ഇത്, അല്ലെങ്കിൽ തായ്ലൻഡിന് ഇപ്പൊ സെലക്ട് ചെയ്തു, തായ്ലൻഡ് പാക്കേജ് ആണ് സെലക്ട് ചെയ്തത്. അതിൽ ഫാമിലി ആണോ സിംഗിൾ ആണോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനത്തെ കുറെ വീണ്ടും ഓപ്ഷൻസ് വരുമല്ലോ. ഒരാൾക്ക് ഉള്ള അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് വേറെ പാക്കേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് പാക്കേജ് വേറെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലർക്ക് ഇപ്പോ എനിക്ക് 4 ദിവസം മതി, അല്ലെങ്കിൽ എനിക്ക് 1 വീക്കിന്റെ ഐറ്റിനറി വേണം, അല്ലെങ്കിൽ എനിക്ക് ഒരു 1 മന്തിന്റെ ഐറ്റിനറി വേണം. അങ്ങനെയൊക്കെ നമുക്ക് പല കാറ്റഗറീസും ചെയ്യാലോ, പോകാലോ. പക്ഷെ ഇതൊക്കെ നമുക്ക് ഇപ്പോ മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, വീണ്ടും നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കണം, അല്ലെങ്കിൽ ഇതാകണം. ഇനി അതല്ല, നമ്മുടെ അല്ലെങ്കിൽ ഇതിലൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 24 hours റൺ ചെയ്യുന്നതാണ്. ഇതിലിപ്പോ ഞാനിപ്പോ ഇപ്പോഴാണ് സാറിന്റെ ആഡ് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറൊരാള് നൈറ്റ് 12 മണിക്കായിരിക്കും അവർക്ക് ആ സമയത്തേക്കാണ് റിപ്ലൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പൊ അവര് റിപ്ലൈ ചെയ്തു, ആരും അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു കമ്പനിയുടെ ആഡ് കാണുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ഇതുപോലുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് അവിടുന്ന് കിട്ടി. അപ്പൊ ഈ ആഡ് റിലീസ് ചെയ്യാൻ ഏറ്റവും നല്ല ടൈം ഏതാണ് സാറേ? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണോ? അങ്ങനെയൊന്നുമില്ല സാറേ. നമ്മള് 24 hours റൺ ചെയ്യുകൊണ്ട് തന്നെ ഇരിക്കണം. പിന്നെ ഓരോ സമയത്തിനനുസരിച്ചിട്ട്, അതെ അതെ അതെ, പിന്നെ ഓരോ സമയത്തിനനുസരിച്ചിട്ട് വേരിയേഷൻസ് വരാം. കുറെ ആളുകൾ ഇപ്പോൾ നമ്മളെ കേസ് എടുക്കുകയാണെങ്കിൽ 9 to 5 നമ്മൾ വർക്കിംഗ് ബിസിയിലായിരിക്കും. പിന്നെ ഇപ്പൊ നമുക്ക് വൈകിട്ടായിരിക്കും കുറെ ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടാവും. ആ സമയത്ത് കുറെ ലീഡുകൾ ആ സമയത്ത് കുറെ വരാം. അല്ലെങ്കിൽ നൈറ്റിൽ കുറെ ആളുകൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, ആ സമയത്ത് വരാം. അങ്ങനെ ഡിപ്പെൻസ് ഓൺ ഓരോ ഇതിനനുസരിച്ച്. ഇപ്പോ അതുപോലെ ഇപ്പൊ നമ്മൾ നോർമൽ വാട്സപ്പിൽ നമുക്ക് ആർക്കൈവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന 3 മെസ്സേജ് അല്ലേ പറ്റുള്ളൂ?
ആർക്കൈവ് ചെയ്യാൻ എത്രയും മെസ്സേജ് പറ്റും. പിന്നെ പിൻ ചെയ്യാനാണ് 3 മെസ്സേജ് പറ്റുന്നത്. ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ 2 മെസ്സേജ്. ആർക്കൈവ് ചെയ്യാൻ നമുക്ക് എത്ര മെസ്സേജ് വേണമെങ്കിലും ചെയ്യാം. ആർക്കൈവ് ഇതെല്ലാം ആർക്കൈവ് ചെയ്താണ്. ഇതെല്ലാം ആർക്കൈവ് ചെയ്ത് ആർക്കൈവ് ചെയ്യാൻ നമുക്ക് എത്രയും പറ്റും. ഓക്കെ, അത് സാർ ഒന്ന് ഇതിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? സ്ക്രീനിലൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെ? എനിക്ക് ഇതില് 3 ചെയ്യാൻ കാണുന്നുണ്ടല്ലോ. കഴിയുന്നുള്ളൂ വാട്സപ്പ്. അത് അത് പിൻ ചെയ്യാനാണ് 3 പറ്റുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പൊ 2 ഓൾറെഡി പിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോ 3 ഒന്നുകൂടി പിൻ ചെയ്യാൻ പറ്റുള്ളൂ. 4 എനിക്ക് പിൻ ചെയ്യാൻ കഴിയില്ല. ഇവിടെ പിൻ കഴിയില്ല. ചെയ്യാനുള്ള ഓപ്ഷൻ ഓക്കെ. ഇല്ല. ഉണ്ടോ? യു ക്യാൻ ഓൺലി പിൻ അപ് ടു ഓക്കെ. 3 ചാറ്റ്സ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ആർക്കൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും ആർക്കൈവ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഞാൻ ആർക്കൈവ് ചെയ്തിട്ടുള്ളതാണ്. അത് ആർക്കൈവിന്റെ അതിൽ പോയി കഴിഞ്ഞാൽ സാറിന് കാണാൻ പറ്റും. ഇതാ ആർക്കൈവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ആർക്കൈവ് ചെയ്തതാണ് ഈ ഒരു മെസ്സേജ്. അപ്പോ അതില് 8ലധികം മെസ്സേജുകളുണ്ട്. അതിൽ എത്രയും ചെയ്യാം. ഓക്കെ 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 സാർ, ഓക്കെ താങ്ക് യു. സാർ. അപ്പൊ